ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഒഴിവാക്കാനിരിക്കുന്ന നിസ്കർക്കുപ്പായം അഥവാ ഒഴിവാക്കിയ നിസ്കർക്കുപ്പായം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കേണ്ട. നമുക്കത് ഒരു കൈകൾ കണ്ടൊന്നും ആക്കാൻ നമുക്ക് തോന്നില്ല, പ്രത്യേകിച്ച് വെള്ള കളറുമാണ്, പിന്നെ ഇങ്ങനത്തെയൊക്കെ നമുക്ക് അങ്ങനെ തോന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അത് നമുക്ക് അതെങ്ങനെ റീമേക്ക് ചെയ്ത് റീയൂസ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത്. അപ്പോൾ ഇതാണ് നിസ്കർക്കുപ്പായം വന്നിട്ടുള്ളത്. നമ്മൾ അടിവാശിയൊക്കെ അതുപോലെ പിന്നി പോന്നിട്ടുണ്ട്. അല്ലാതെ പഴകൂലല്ല നമ്മൾ നിസ്കർക്കുപ്പായം സാധാരണയായിട്ട് നമ്മളെപ്പോഴും ഉപയോഗിക്കണമില്ല, പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുകയും ചെയ്യുമല്ലോ. നമ്മൾ എന്നും ഉപയോഗിക്കുമ്പോഴാണല്ലോ, എപ്പോഴും ഉപയോഗിക്കുമ്പോഴാണല്ലോ പെട്ടെന്ന് പഴകുക. പിന്നെ ചെറുതായിട്ട് കളറും പറ്റിയിട്ടുണ്ട് നമ്മളിതിൻ്റെ താഴെ ഭാഗത്തായിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ഞാൻ വീഡിയോ കാണിക്കാൻ പോണത്. അപ്പോൾ ഈ നിസ്കർക്കുപ്പായം നമുക്ക് ഫസ്റ്റ് ടൈമിൽ അതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാം കറക്റ്റാക്കിയിട്ട് വെക്കണം. അതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ താഴെ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയണില്ല കേട്ടോ. ഏകദേശം നമുക്കറിയാലോ എത്രത്തോളം കട്ട് ചെയ്ത് മാറ്റുന്നത്. അതിനനുസരിച്ച് വേണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കാം. അതുപോലെ നമ്മൾ താഴെ ഭാഗം കട്ട് ചെയ്തത് പോലെ തന്നെ നമുക്ക് സ്ലീവ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം സ്ലീവൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്ലീവ് ഒന്നും അധികം ഒന്നും കട്ട് ചെയ്യേണ്ട. നമ്മൾ ഈ പിന്നി നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അതിന് ശേഷം നമുക്കിനി ഷോൾഡറാണ് ഒന്ന് കട്ട് ചെയ്യേണ്ടത്. ഷോൾഡർ കുറച്ച് ഇത്ര ഷോൾഡറൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് കുറച്ചൊന്ന് ഇത് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇതിൻ്റെ മക്കനെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം അഥവാ മണ്ടഭാഗം നമുക്ക് തല വരുന്ന ഭാഗത്ത് അതുപോലെ ചെറുതായിട്ട് പിന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഭാഗത്ത് അതുപോലെ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതും കൂടി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇവിടെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അത് ലാസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിത് തയ്ക്കാൻ വേണ്ടി തുടങ്ങാം. ഫസ്റ്റ് തയ്ക്കണത് നമ്മളെ ഇതിൻ്റെ കുപ്പായത്തിൻ്റെ അടിവശമാണ്. നമ്മൾ അടിവശം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് അത് 2 മടക്കിൽ മടക്കിയിട്ട് നമുക്ക് ഒന്ന് അടിവശം ഒന്ന് മൊത്തത്തിലൊന്ന് ഇത് തയ്ച്ച് വരണം. അപ്പോൾ ഇനി അടിവീതി തയ്ക്കണ വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം ഇത് ചെയ്യണവരൊക്കെ ആണെങ്കിൽ ഇത് അതുപോലെ 2 മടക്കൊന്നും മടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആദ്യം ഒരു മടക്ക് പിന്നെ ഒരു മടക്ക് മടക്കിയിട്ട് അങ്ങനെ നമുക്ക് തയ്ച്ചാൽ മതി. പിന്നെ നിസ്കർക്കുപ്പായത്തിന് അധികം റൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കഴിയുന്നവരാണെങ്കിൽ ഇതുപോലെ 2 ആക്കിയിട്ട് മടക്കിയാൽ മതി കേട്ടോ. നമ്മളെ അടിവീതിയൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ സ്ലീവിൻ്റെതും നമുക്ക് ഇതുപോലെ ചെയ്യണം. നമുക്ക് റൗണ്ട് അടി ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അറ്റത്ത് കൂടെ നമ്മൾ സ്ലീവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതും അതുപോലെ തന്നെ ചെയ്യാം. ഇതാ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഒരു സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ഇതുപോലെ മടക്കുക. എന്നിട്ട് ഇങ്ങനെ പതിയെ പതിയെ തയ്ച്ച് വരിക. നമ്മളൊരിക്കലും വലിച്ച് പിടിക്കരുത് കേട്ടോ. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേണമെങ്കിൽ അത് പോയിട്ട് കണ്ടാൽ മതി. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്ലീവിൻ്റെ അറ്റം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഷോൾഡർ ജോയിനിങ് ആണ്. നമ്മൾ ഷോൾഡർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മളെ ഈ നെക്കിൻ്റെ ഇതൊക്കെ ഇത് പറഞ്ഞു പോന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കുക, നല്ല പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു നെക്കിൻ്റെതൊക്കെ ഉൾവശത്താണ് കേട്ടോ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യണതൊക്കെ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു നെക്ക് ഇതുപോലെ വരുന്ന പീസൊക്കെ നമുക്കിതാ ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് കൂടെ അങ്ങനെ തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ചിലർക്കൊക്കെ ഇത് ഭയങ്കര ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചെയ്യാൻ, സംഭവം എങ്ങനെ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു പീസ് ഉൾവശത്തേക്കാണ് വരിക. അതിങ്ങനെ ഇതുപോലെ അറ്റത്ത് മടക്കിയിട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ മൊത്തത്തിൽ തയ്ക്കരുത്. അതിൻ്റെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് അവിടെ നിന്ന് നമ്മൾ സൂചി കുത്തി വെക്കണം. എന്നിട്ട് ഫോട്ടൊന്ന് പൊന്തിച്ചിട്ട് നമ്മൾ അടിവശം അതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്കൊന്നും ശ്രദ്ധിച്ചാൽ മാത്രം മതി. മൊത്തത്തിൽ തയ്ച്ച് വരരുത്. തയ്ക്കണ മുമ്പ് തന്നെ ഇവിടെ നിർത്തിയിട്ടൊന്ന് മടക്കിയിട്ട് വേണം ഈ ഭാഗത്തേക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്കിതൊക്കെ മടക്കി വെച്ചിട്ട് നല്ല നീറ്റായിട്ട് മടക്കിയിട്ട് നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം. അപ്പം പെട്ടെന്ന് തയ്ക്കാനായിട്ട് പറ്റും. ഈ നെക്ക് തയ്ച്ച പോലെ തന്നെ നമുക്ക് മറ്റേ നെക്കും ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കണം. നെക്കൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിനി ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നിസ്കർക്കുപ്പായത്തിൻ്റെ ഉൾവശത്താണ് കേട്ടോ ഇതിൻ്റെ തയ്ച്ച് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഷോൾഡറും ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്.
ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഷേപ്പാക്കി കൊടുക്കണം. നമ്മൾ സ്ലീവ് മുതൽ അടിവശം വരെ മൊത്തത്തിലൊരു ഇഞ്ച് ഇട്ടിട്ട് വേണം നമുക്ക് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട്. 1 ഇഞ്ചൊക്കെ മതി. അത് കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം. അങ്ങനെ കുപ്പായത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിൻ്റെ മാഫ്ത ഉപയോഗിച്ചിട്ട് നമ്മളിതിൻ്റെ നിലമണ്ട ഒന്ന് കീറിയെടുത്തിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്കത് മറിച്ചിട്ടിട്ട് ഒന്ന് പതിച്ച് തയ്ച്ചും കൂടി കൊടുക്കണം കേട്ടോ. അവിടെ എന്നാലും നല്ല പെർഫെക്ഷനിൽ നിൽക്കുള്ളൂ. നമ്മൾ മഫ്ത അടിക്കലും കഴിഞ്ഞു. നമ്മൾ പതിച്ച് തയ്ച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റായിട്ടുള്ള നമ്മൾ വ്യൂ ആണിത് കേട്ടോ. ഇതെന്താ സംഭവം ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ പെൺകുട്ടികളൊക്കെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നിസ്കരിച്ച് തുടങ്ങുന്നവർക്കൊക്കെ അവർക്കൊരു പ്രചോദനം കൂടി ആവാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മൾ ഒഴിവാക്കാനിരിക്കണം നിസ്കരിക്കുപ്പായത് അതുപോലെ ചെറുതാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊന്നുകൂടി ഉത്സാഹമായിരിക്കും നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നമുക്ക് ഇപ്പോൾ നിസ്കരിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ അവരെ പ്രോത്സാഹിപ്പിക്കണം എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതുപോലെയൊക്കെ തയ്ച്ചു കൊടുക്കാനായാൽ അവർക്കൊന്നും കൂടി അതൊരു പ്രചോദനമാകും. നമ്മളൊരിക്കലും അവർക്കായിട്ട് വേണ്ടിയിട്ട് നിസ്കരിക്കുപ്പായം തയ്ക്കുകയൊന്നും ചെയ്യുന്നില്ല. കാരണം നമ്മൾ അത്ര പോലെ അവർ കരുതോ സൂക്ഷിക്കുകയൊന്നും ചെയ്യുന്നില്ല. പെട്ടെന്ന് കരിമ്പനൊക്കെ കുത്താനൊക്കെ പേടിയുള്ളതുകൊണ്ട് അവർക്ക് നമ്മൾ പഴയ ഡ്രസ്സ് എന്തെങ്കിലുമാണ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെ ആണെങ്കിൽ അവർക്ക് നമ്മളെ പോലെ തന്നെ നിസ്കരിക്കാനൊക്കെ അവർക്കൊരു താല്പര്യം ഉണ്ടാകും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക്